CPM ബോംബെ ഹൈക്കോടതിക്കെതിരെ പ്രതിഷേധിക്കാൻ പോളിറ്റ് ബ്യൂറോ ആഹ്വാനം. കോടതിക്ക് രാഷ്ട്രീയ നിറം ചാർത്തിയും പ്രചാരണം ഹമാസ് അനുകൂല പരിപാടിക്ക് അനുമതി നിഷേധിച്ചതിലാണ് CPMന്റെ പ്രതിഷേധം. വിവരങ്ങളുമായി പ്രജിത് മോഹനനുണ്ട്. പ്രജിത, വിശദാംശങ്ങൾ. രാഖി, ഒരു രാഷ്ട്രീയ പാർട്ടി സാമാന്യമായി കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്തെ ഭരണഘടനാ സംവിധാനങ്ങളോട്, രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥിതിയോടൊക്കെ അത് കാണിക്കേണ്ട ചില സാമാന്യ മര്യാദകളും ഒക്കെയുണ്ട്. എന്നാൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ചില ഭീകര സംഘടനകളെ പോലെ ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അതായത് കോടതികളെ തുടർച്ചയെ അധിക്ഷേപിക്കുക, തുടർച്ചയെ അപമാനിക്കുക എന്നുള്ളത്. അതിൽ കുറച്ചു നാൾ മുൻപാണ് സിൻഡിക്കേറ്റ് കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ വിഷയവുമായി ബന്ധപ്പെട്ട R. രാജേഷ് CPM നേതാവ് കേരള ഹൈക്കോടതിയെ രാഷ്ട്രീയ നിറം കാട്ടി വലിയ രീതിയിൽ വിമർശിക്കുന്നതുണ്ടായത്. എന്നാൽ ആ കോടതി വിധി വരുന്ന സമയത്ത് ആ വിഷയത്തിൽ കാര്യമായ ഇടപെടലിലേക്ക് കോടതി പോയിരുന്നില്ല എന്നുള്ളത് നമ്മൾ കാണണം. ആ കോടതിയുടെ നടപടികളുടെ ഭാഗമായി ചില നടപടികൾ സ്വീകരിക്കുന്ന സമയത്ത് ചില പരാമർശങ്ങൾ നടത്തിയതിനായിരുന്നു അന്നത്തെ വിമർശനം. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി പലസ്തീനിലെ ഹമാസ് തീവ്രവാദികൾക്ക് അനുകൂലമായി പരിപാടി നടത്താനുള്ള CPMന്റെ ശ്രമം അത് മുംബൈ പോലീസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തടഞ്ഞിരുന്നു. അതിന് അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് CPM ബോംബെ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചൊരു ഹർജി നൽകുന്നു. കോടതിയാകട്ടെ ഈ ഹർജി തള്ളുകയും ചെയ്തു. അതിനൊപ്പം ചില ചോദ്യങ്ങൾ CPMനോട് ഉയർത്തുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തിൻ്റെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെന്ന് നിങ്ങളുടെ പാർട്ടിക്ക് അറിയില്ല എന്നുള്ളതായിരുന്നു. ഇതിൽ ഒരു പക്ഷം പിടിച്ചുകൊണ്ട്, എന്തിന് പലസ്തീൻ്റെയോ ഇസ്രായേലിൻ്റെയോ പക്ഷം പിടിച്ചുകൊണ്ട് രാജ്യത്ത് ഇന്ത്യക്കകത്ത് ഇത്തരം ഒരു പരിപാടി നടത്തണമെന്നുള്ളതായിരുന്നു കോടതിയുടെ ചോദ്യം. അതോടൊപ്പം ഇത് നടത്താൻ പാടില്ല എന്നുള്ളൊരു പരാമർശത്തിലേക്ക് കോടതി പോയി. അതോടൊപ്പം ചില ചോദ്യങ്ങളും കോടതി വ്യക്തമായി ചോദിച്ചു. ഇത് CPMനെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ബോംബെ ഹൈക്കോടതിക്കെതിരെ വ്യാപകമായ പ്രചാരണം അഴിച്ചുവിട്ടിരിക്കുകയാണ് CPM നേതാക്കൾ. കോടതിയുടെ പരാമർശങ്ങൾ ഭരണഘടനാ വിരുദ്ധം എന്നൊക്കെയാണ് CPMന്റെ മുതിർന്ന നേതാക്കളൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ CPMന്റെ പോളിറ്റ് ബ്യൂറോ എടുത്തിരിക്കുന്ന നിലപാട്. കോടതികളെ നിയമവും ഭരണഘടനയും ഒക്കെ CPMന്റെ പോളിറ്റ് ബ്യൂറോ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ കോടതിയുടെ വിധിക്കെതിരെ പ്രതിഷേധിക്കാനാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിനു മുൻപ് അത്തരം ചില നീക്കങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്ത് നിന്നാണ്. അഖില ഹാദിയ കേസിൽ പോപ്പുലർ ഫ്രണ്ട് ഹൈക്കോടതിക്കെതിരെയൊക്കെ പ്രതിഷേധം നടത്തി നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭീകര സംഘടനകൾ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ പോലെയുള്ള ഒരു കോടതിക്കെതിരെ, നിയമവ്യവസ്ഥയ്ക്കെതിരെ പ്രതിഷേധിക്കാനാണ് ഇപ്പോൾ CPM ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയത്തോടൊപ്പം ചേർത്ത് നിൽക്കുകയാണ് കോടതി എന്ന രീതിയിലുള്ള പരാമർശത്തിലൂടെ ഹൈക്കോടതിയുടെ വിധിക്കെതിരെ ഒരു രാഷ്ട്രീയ നിറം നൽകാനും ഇപ്പോൾ CPMന്റെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചാൽ അത് സുപ്രീം കോടതിയിൽ വരെ പോയി ചോദ്യം ചെയ്യാനുള്ള അവകാശം CPMനുണ്ട്. രാജ്യത്തെ ഏതൊരു പൗരനുമുണ്ട്, ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കുമുണ്ട്. ഈ സാഹചര്യം ഇതായിരിക്കെ ഹൈക്കോടതി വിധിക്കെതിരെ പരസ്യമായ പ്രതിഷേധം സംഘടിപ്പിക്കാനും പരസ്യമായ രാഷ്ട്രീയ ആരോപണം ഉയർത്താനും കോടതിയുടെ നടപടികളെ അല്ലെങ്കിൽ കോടതിയെ പൊതുമധ്യത്തിൽ അവഹേളിക്കുന്ന രീതിയിലേക്ക് ഒരു നിലപാട് സ്വീകരിക്കാനുമാണ് CPM തയ്യാറായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. CPMന്റെ ഔദ്യോഗിക Facebook ഹാൻഡിലുകളിലുമെല്ലാം കോടതിയുടെ ഇത് ഭരണഘടനാ വിരുദ്ധമായ വിധിയാണ്, അതുകൊണ്ട് കോടതിക്കെതിരെ പ്രതിഷേധിക്കൂ എന്നുള്ള ആഹ്വാനമാണ് CPM പോളിറ്റ് ബ്യൂറോയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ CPM പോളിറ്റ് ബ്യൂറോയുടെ പേരിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മുതിർന്നുകൂടാത്ത, ഒരു രാഷ്ട്രീയ സംഘടന ആവർത്തിച്ചുകൂടാത്ത ഒരു നിലപാടാണത്. കുറച്ചു നാൾ മുൻപ് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിധിയിലാണെങ്കിൽ അത്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട കോടതി നടപടികളാണെങ്കിൽ അത് CPMന്റെ ഒരു നേതാവാണ് അത്തരമൊരു പരാമർശം നടത്തിയതെന്ന് നമുക്ക് കാണാം. എന്നാൽ ഇത് CPMന്റെ ഏറ്റവും ഉയർന്ന പൊളിറ്റിക്കൽ ബോഡിയായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ തന്നെ കോടതി വിധിക്കെതിരെ പരസ്യമായ വിമർശനം നടത്തുന്നു. പൊതുമധ്യത്തിൽ കോടതിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള നിയമവിരുദ്ധമായ ആഹ്വാനവും നടത്തുന്നു. മുൻപ് പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകൾ സ്വീകരിച്ച അതേ നിലപാട് CPM സ്വീകരിക്കുന്നത് കേരളത്തിലെ തന്നെ തീവ്ര ഇസ്ലാമിക വോട്ട് ബാങ്കിനെ ആശ്രയിക്കാനും രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്കെതിരെ തന്നെ വേണമെങ്കിൽ പടപൊരുതാൻ തയ്യാറാണ് തങ്ങൾ എന്നൊക്കെ അത്തരം ചില ആളുകളെ ബോധ്യപ്പെടുത്താനുമാണ് എന്നുള്ള വിമർശനം ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ സദാനന്ദൻ മാസ്റ്റർ, രാജ്യസഭ MP സദാനന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ ജനൻ TVയുടെ സമാനമായൊരു നിലപാടാണ് പങ്കുവച്ചത്. രാജ്യത്തെ കോടതികൾക്കെതിരെ, കോടതി വിധികൾക്കെതിരെ പരസ്യമായ അധിക്ഷേപം, പ്രതിഷേധം എന്നിവ പാടില്ല എന്നുള്ളത് അതൊരു കീഴ്വഴക്കമാണ്, നിയമവിരുദ്ധമായിട്ടുള്ള നടപടിയുമാണ്. അപ്പോൾ അതിനാണ് ഇപ്പോൾ CPM മുതിർന്നിരിക്കുന്നത്. അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയാണെന്നുള്ള ആരോപണവും ഇപ്പോൾ സജീവമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ബോംബെ കോടതിക്കെതിരെ വിദ്വേഷ പ്രചാരണവുമായി CPM എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. വളരെ വിചിത്രമായ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് CPM. ബോംബെ ഹൈക്കോടതിക്കെതിരെ പ്രതിഷേധിക്കാനാണ് പോളിറ്റ് ബ്യൂറോയുടെ ആഹ്വാനം. തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.